പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ വലിയ ഓർമ്മകളുമായിട്ടാണ് ഞാനായിരിക്കുക. കുഞ്ഞുനാളിൽ എൻ്റെ മൈനർ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം 2 വർഷക്കാലം ഈ ക്യാമ്പസിലായിരിക്കുവാനും ഏറ്റവും കൂടുതൽ ഹൃദ്യതയോടുകൂടെ കടന്നു വരികയും ചെയ്ത പരിശുദ്ധ ആലയമാണ് ഇത്. മിക്കവാറും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആ കോണറിൽ വന്നിരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധന്യനായ മാർ ഇവാനിയോസ് പിതാവിനെക്കുറിച്ചുള്ള മറ്റുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അറിവുകൾ, ദീപ്തങ്ങളായ ഓർമ്മകൾ എനിക്കുണ്ട്. ഈ പുണ്യാത്മാവിൻ്റെ കബറിടങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ഞാൻ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, മാധ്യസ്ഥം തേടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധം മലങ്കര സഭയുമായിട്ട് എനിക്കുണ്ട്. അന്ന് എന്നോടൊപ്പം ഇവിടെ പ്രീ ഡിഗ്രി പഠനകാലത്തുണ്ടായിരുന്ന വ്യക്തിയാണ് എൻ്റെ പ്രിയ സ്നേഹിതനായ റെജി വർഗീസ്. പിന്നീട് പാറശാല ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായ യൗസേബീസ് പിതാവ്. അതിനുശേഷമുള്ള നല്ല ഓർമ്മകൾ ആലുവ സെമിനാരിയിലാണ്. ബഹുമാനപ്പെട്ട ആറ്റുപുറത്തച്ഛൻ പറഞ്ഞതുപോലെ അദ്ദേഹവും എൻ്റെ നേരെ മൂത്ത ബാച്ചിലുണ്ടായിരുന്ന നമ്മുടെ ബാബ തിരുമേനിയും തമ്മിലുള്ള ആഴമായ സ്നേഹബന്ധം, ഇവരിലൂടെയെല്ലാം നാം ഇന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയും മാധ്യസ്ഥം തേടുകയും ചെയ്യുന്ന ധന്യൻ ഇവാനിയോസ് പിതാവിനെക്കുറിച്ചുള്ള ഏറ്റവും സജീവമായ സ്മരണകൾ എനിക്കുണ്ട്. ഒരുപക്ഷേ പിതാവിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അറിവും അനുഭവവും പ്രാർത്ഥനാനുഭവമെല്ലാം ഈ ധന്യാത്മാവുമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട് എന്നെനിക്കറിയാം. എൻ്റെ അറിവ് പരിമിതമാണെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഹൃദയ ആനന്ദം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭാരതസഭാ ചരിത്രത്തിൽ സൂര്യതേജസ്സായി വിളങ്ങുന്ന മഹാത്മാവാണ് മാർ ഇവാനിയോസ് പിതാവ്. പുനരൈക്യ ശില്പി, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും അനൽപമായ സംഭാവനകൾ നൽകിയ തിരുസഭയുടെ പുത്രൻ. അതിലുപരി അദ്ദേഹം ഒരു യോഗീവര്യനാണ്. സന്യസ്ത ജീവിതത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ അപരിമേയമായ തലങ്ങൾ അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞ ഒരു വ്യക്തി. സന്യാസത്തിൻ്റെ മർമ്മമറിഞ്ഞ ഒരു സന്യാസ ശ്രേഷ്ഠൻ.
സന്യാസവുമായി അത്രമാത്രം ഇഴുകിച്ചേർന്ന വ്യക്തിത്വം. സന്യാസത്തിൻ്റെ അടിത്തറ തന്നെ പണിതുയർത്തിയ ഒരു ജീവിതമാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും വിശുദ്ധിയുടെയും ആധാരം സന്യാസ ജീവിതമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കൈവരിച്ച എല്ലാ നേട്ടങ്ങളും ഈ സന്യാസത്തിൻ്റെ കർമ്മഫലങ്ങളായിരുന്നു. ആത്മീയ ചൈതന്യത്താൽ ജ്വലിച്ചു നിന്ന വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ആത്മീയ തേജസ് ഞാൻ മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന പഴയ നിയമത്തിലെ ഏറ്റവും ധീരനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ദൈവജനത്തെ നയിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട ഈ പ്രവാചകൻ ബാലിൻ്റെ ദേവന്മാരെ പ്രത്യേകമായിട്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗാർപ്പണം ദൈവം സ്വീകരിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ വളരെ പ്രശംസിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തീർന്നു. എന്നാൽ അദ്ദേഹം ആഹാസ് രാജാവിൻ്റെയും ജസബെല്ല രാജ്ഞിയുടെയും ഏറ്റവും വൈരത്തിന് പാത്രീഭൂതനായി. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടുന്ന പ്രവാചകനെ ദൈവം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒരു മരത്തണലിൽ കിടന്നുറങ്ങുകയായിരുന്ന അദ്ദേഹത്തെ ഭക്ഷണപാനീയങ്ങൾ നൽകി കർത്താവ് ശക്തിപ്പെടുത്തുന്നു. നീ ഭക്ഷിച്ച് ശക്തി നേടുക, കാരണം യാത്ര ദുർഘടമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം 40 രാവും 40 പകലും സഞ്ചരിച്ച് ദൈവത്തിൻ്റെ മലയായ ഹോരബിൽ എത്തുന്ന കാര്യം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ചാണ് ഏലിയ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുന്നത്. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ട ഇവാനിയോസ് പിതാവിലേക്ക് നോക്കുമ്പോൾ എനിക്കിത് പറയുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവത്താൽ ജ്വലിക്കുകയായിരുന്നു. ആ ജ്വലനം സഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും സ്പർശിച്ചു. ആഴമായ ദൈവ അനുഭവത്താൽ ജ്വലിച്ച അദ്ദേഹം മലങ്കര സഭയെ ആത്മീയ ചൈതന്യം കൊണ്ട് നിറച്ചു. ഇത് ഭംഗിവാക്കുകളല്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെല്ലാം നമ്മൾ കാണുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സർവസ്പർശിയായ പ്രത്യേകമായ ജീവിതത്തിൻ്റെ നൈർമല്യവും നിഷ്കളങ്കതയുമെല്ലാം നിറഞ്ഞു നിന്ന ആത്മീയ ചൈതന്യം തുളുമ്പുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഏലിയായുടെ ആ തീക്ഷ്ണത
ദൈവാനുഭവ തീക്ഷ്ണത നിറഞ്ഞു നിന്ന ആ ഒരു പ്രത്യേകത നമുക്ക് വന്യപിതാവിലും ദർശിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ചരിത്രപരമായ പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് സഭയിൽ, ഓർത്തഡോക്സ് സഭയിലൊക്കെ കോടതി സംബന്ധമായ കേസുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ വന്യപിതാവ് ഏറെ നൊമ്പരപ്പെട്ടു. സഭയെ ആത്മീയമായി പിടിച്ചുയർത്തുവാൻ കഴിയുന്നതിന് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം അത്യധികമായി ആഗ്രഹിച്ചു. കൽക്കട്ടയിൽ സെറാംപൂർ കോളേജിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ സഭയെ ആത്മീയമായി എങ്ങനെ ഉയർത്താം എന്ന ചിന്തയാണ് നിറഞ്ഞു നിന്നിരുന്നത്. ദീർഘനേരം, അനേകം നാളുകൾ, ആഴ്ചകൾ പിതാവ് പ്രാർത്ഥനയിൽ മുഴുകി. തപസ്സിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും സ്വയം പരിത്യാഗത്തിലുമെല്ലാം അദ്ദേഹം മുഴുകുകയാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ തനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഈ സഭയുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ആ വ്യക്തമായ ദർശനത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ, തിരുമനസ്സറിയാൻ, തൻ്റെ ഹൃദയത്തെ കളിമണ്ണ് പോലെ കുഴച്ച് ദൈവത്തിനു മുൻപിൽ സമർപ്പിച്ച് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അതിന് രൂപവും ഭംഗിയും ഉണ്ടാകുന്നതിനു വേണ്ടി തൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുകയാണ്. സ്വതന്ത്രമായി തൻ്റെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമുള്ള രൂപഭാവങ്ങൾ എൻ്റെ ഹൃദയത്തിന് നൽകിയാലും. ഈ ഒരു വസ്തുത പ്രാർത്ഥനാപൂർവം അധികമായിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കേവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിത അനുഭവം നമ്മുടെ എല്ലാം ഒരുപക്ഷെ ഓർമ്മയിലുണ്ടാകും. വിശുദ്ധ കൊച്ചുത്രേസ്യ എപ്പോഴും ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കളിപ്പാട്ടമാകാൻ, ഒരു പന്താകാൻ, അത്ര സ്വാതന്ത്ര്യത്തോടുകൂടെ തന്നെ വിട്ടു നൽകി അതനുസരിച്ച് ദൈവം ഇഷ്ടമുള്ളത് എന്നെക്കൊണ്ട് ചെയ്തു കൊള്ളട്ടെ എന്ന ആ വലിയ താല്പര്യത്തോടുകൂടെ അവളെന്നും ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിച്ചു. അതുപോലെ ധന്യനായ മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. കർത്താവേ, നിനക്കിഷ്ടമുള്ള രൂപവും ഭാവവും നീ നൽകിക്കൊള്ളുക. നമ്മളൊന്ന് ഓർക്കണം, 1873 വിശുദ്ധ കൊച്ചുത്രേസ്യ ജനിച്ചത്. കേവലം 24 വർഷം മാത്രം ജീവിച്ചു. മാർ ഇവാനിയോസ് പിതാവ് ജനിക്കുന്നത് 1882 9 വർഷങ്ങൾക്ക് ശേഷം. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ജനിച്ചവരും ജീവിച്ചവരുമാണ്. ഇത്ര വലിയ വിശുദ്ധിയുടെ മകുടം ചൂടുവാനായിട്ട് പിതാവിന് ഭാഗ്യമുണ്ടാകുന്ന രീതിയിൽ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുകയാണ്. ദൈവസേവനത്തേക്കാൾ ദൈവസമ്പാദനം എന്ന ഉദാത്തമായ ആത്മീയ ദർശനം.
തൻ്റെ സേവനത്തെക്കാൾ കൂടുതലായി ദൈവം സ്വന്തമാകുന്ന അനുഭവം, ദൈവത്തെ സ്വന്തമാക്കുവാൻ അതിനുള്ള വിളിയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ദൈവത്തെ സമ്പാദിച്ചവന് മാത്രമേ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായിട്ട് പിതാവ് വിശ്വസിച്ചു. ദൈവത്തെ സമ്പാദിക്കാനുള്ള ഏക മാർഗം ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുന്ന പിതാവ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന യേശുവിൻ്റെ ഏറ്റവും ആകർഷകമായ ആ വചനം തൻ്റെ ജീവിതത്തിൻ്റെ മാർഗരേഖയായി സ്വീകരിക്കുകയാണ്. ദൈവത്തെ സ്വന്തമാക്കാൻ ക്രിസ്തുവിനെ അനുകരിക്കണം. ക്രിസ്തുവാനുകരണം ദൈവത്തെ സമ്പാദിക്കുവാൻ, നേടുവാൻ സഹായിക്കും. ചുരുക്കത്തിൽ ക്രിസ്തുവിനെ പിൻചെല്ലുന്നവൻ എല്ലാം പരിത്യജിക്കണം, കുരിശെടുത്ത് പിന്നാലെ പോകണം. സ്വയം പരിത്യാഗത്തിലൂടെ, സർവസംഘ പരിത്യാഗത്തിലൂടെ മാത്രമേ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ആഴമായ ഒരു ബോധ്യത്തിലേക്ക് പിതാവ് വരികയാണ്. പിതാവിന് ഒരു പുതിയ കാഴ്ചപ്പാട് അവിടെ ലഭിച്ചു. സന്യാസത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച മനസ്സിൽ കടന്നു വരികയാണ്. സന്യാസി എന്നാൽ എല്ലാം പരിത്യജിക്കുന്നവനാണ് എന്ന ആഴമായ ബോധ്യത്തോടുകൂടെയുള്ള ഒരു ജീവിത സരണിയിലേക്ക് പിതാവ് പിന്നീട് കടക്കുകയാണ്. അങ്ങനെ എല്ലാം പരിത്യജിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ധന്യൻ മാർ യോഹന്നാനീസ് പിതാവ് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവികാനുഭവം കൊണ്ട് നിറഞ്ഞുകൊണ്ട് ദൈവസമ്പാദനത്തിലുള്ള എളുപ്പവഴി സന്യാസമാണെന്ന ബോധ്യത്താൽ അദ്ദേഹം നിറയുന്നു. അപ്പോഴാദ്യം അദ്ദേഹം ചിന്തിച്ചത്, എൻ്റെ സഭയെ എനിക്കെങ്ങനെ നവീകരിക്കുവാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. മലങ്കര സഭയുടെ ആത്മീയ ഉണർവിന് സർവസംഘ പരിത്യാഗികളായ സന്യാസികളടങ്ങുന്ന ഒരു സമൂഹം ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ വന്നുകൊണ്ടാണ് ബദനി സന്യാസ സമൂഹത്തിന് അദ്ദേഹം രൂപം നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഈ സഭ സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവനായിട്ട് യേശുവിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ, എളിമയുടെ, പൂർണ്ണമായ പരിത്യാഗത്തിൻ്റേതായ ഒരു ജീവിതഭാവം ധന്യനായ ഈ പിതാവ് തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എത്ര എളിമയോടുകൂടെ സാധാരണക്കാരൻ പോലും സ്വീകരിക്കാത്ത ഏറ്റവും എളിയ ഒരു നിലയിലേക്ക് അദ്ദേഹം വരികയും ആ കുടിൽ സമാനമായ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ വലിയ മാതൃക നൽകുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും കടന്നു വരുന്ന ചിത്രം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടേതാണ്. എല്ലാം ഉണ്ടായിരുന്നു, ഒരു കുറവുമില്ലാത്ത ജീവിത സാഹചര്യം, പ്രഭുകുമാരൻ, എല്ലാ സുഖസൗകര്യങ്ങളെയും ത്യജിക്കുന്നതിൻ്റെ ഭാഗമായി
തൻ്റെ വസ്ത്രം പോലും പിതാവിൻ്റെ മുൻപിൽ എടുത്തു വച്ച് യേശുവിന് വേണ്ടി ത്യാഗപൂർണമായ ഒരു ജീവിതപാതയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങി. ദൈവം മാത്രം എൻ്റെ സമ്പാദ്യം. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നാലും എല്ലാവരുടെയും മനസ്സിൽ ഇതുണ്ടാകണം. ദൈവം മാത്രമാണ് നമ്മുടെ സമ്പാദ്യമാകേണ്ടത്. മറ്റെല്ലാം കടന്നു പോകും. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്വന്തമാക്കുവാൻ, ദൈവിക അനുഭവം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈയൊരു ആത്മീയ ചിന്ത, ദൈവത്തെ സമ്പത്തായി സ്വന്തമാക്കുവാനുള്ള ചിന്ത സഭ മുഴുവൻ പ്രസരിച്ചു. ആ സഭ മുഴുവൻ വ്യാപിച്ചു. ഒരുപക്ഷെ പൗരസ്ത്യ സഭയിൽ മുഴുവൻ ഏറ്റവും വലിയ ദർശനം നൽകുന്ന വ്യക്തികളിൽ ഒരാളായിട്ട് മാറുവാൻ പ്രിയപ്പെട്ട ധന്യനായ മാർ ഇവാനിയോസ് പിതാവിന് സാധിച്ചു. ഇത്ര മനോഹരമായ ചിന്ത നൽകിയ ഈ പിതാവിൻ്റെ മനോഭാവം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവമുള്ള വ്യക്തികളായിട്ട് മാറാൻ കഴിയണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ ആർക്ക് സാധിക്കും? ലോകത്തിലെ ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമോ എന്ന് വിളിച്ചു പറഞ്ഞ വിശുദ്ധ പൗലോസിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ, ക്രിസ്തു അനുഭവമുള്ള വ്യക്തികളായി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപാവരം ധന്യനായ ഈ പുണ്യാത്മാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.